ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ റീഡബിലിറ്റി നമ്മൾ നല്ല ക്രിയേറ്റീവ് റൈറ്റേഴ്സ് ആകുമ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ റൈറ്റിംഗ് സ്കിൽസ് കൊണ്ടുവരാന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ നല്ല രീതിയിൽ ക്രിയേറ്റീവ് റൈറ്റേഴ്സ് ആവാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഈ ഒരു ടെക്സ്റ്റ് വളരെ സഹായകരമായിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു അല്ലേ. അപ്പൊ എൻഷുറിങ് റീഡബിലിറ്റി അല്ലെങ്കിൽ വായനക്ഷമതയെ നമ്മൾ എങ്ങനെ ഉറപ്പാക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ക്രിയേറ്റീവ് റൈറ്റർ ആവാനായിട്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ ആദ്യം പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗിൽ എന്തൊക്കെ ആസ്പെക്ട്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ് നമ്മൾ എഴുതുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള റൈറ്റിംഗ്സ് ആളുകളിലേക്ക് എത്തണമെങ്കിൽ നല്ല രീതിയിൽ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തണം. അത് ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ആളുകളിലേക്ക് എത്തുന്ന രീതിയിലായിരിക്കണം. അതുപോലെ തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യണം. അത് വളരെ കാഠിന്യമുള്ള അല്ലെങ്കിൽ വളരെ സംസ്കൃത ഭാഷ, ഇപ്പൊ മലയാളത്തിലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ഒരു സംസ്കൃത ഭാഷയൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്മൂത്ത് ആയിട്ട് ആളുകളിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യണമെന്നും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് എൻഷുറിങ് റീഡബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റില് ഈ ഡയറക്റ്റ് എക്സ്പീരിയൻസ് നോക്കാം. അപ്പോൾ എൻഷുറിങ് റീഡബിലിറ്റി അതായത് വായനക്ഷമത എങ്ങനെ ഉറപ്പാക്കാം എന്നുള്ളതിൽ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത് റൈറ്റേഴ്സ് അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ആളുകൾ നമ്മൾ എഴുതുന്നത് കൃത്യമായിട്ട് അവർക്ക് വായിക്കാനായിട്ട് സാധിക്കണം, അല്ലെങ്കിൽ അവരിലേക്ക് കൂടുതൽ നല്ല രീതിയിൽ എത്തണം എന്നുള്ളതാണ് ഈ ഒരു ക്രിയേറ്റീവ് റൈറ്റേഴ്സിന്റെ ആദ്യത്തെ ഗോൾ അല്ലെങ്കിൽ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം നല്ല രീതിയിൽ ഒരു ചോയ്സ് ഓഫ് സിറ്റുവേഷൻ ഉണ്ടാക്കണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് ആദ്യത്തെ പടിയാണ് അല്ലെ. നല്ല രീതിയിൽ ആളുകളെ ആകർഷിക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് തയ്യാറാക്കിയാൽ മാത്രമേ ആളുകൾക്ക് നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന റൈറ്റിംഗ്സ് അവർക്ക് വായിക്കാനായിട്ട് തോന്നുള്ളൂ. അപ്പൊ അത് ആദ്യത്തെ കടമ്പയാണ്. അതിനുശേഷമുള്ളതാണ് ഡയറക്റ്റ് എക്സ്പീരിയൻസ്. അപ്പം നമ്മുടെ ആളുകളുടെ വായനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് നമ്മുടെ എക്സ്പീരിയൻസസ് വളരെയധികം സഹായകരമാകും. കാരണം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ ആ എക്സ്പീരിയൻസിൽ നിന്ന് നല്ല രീതിയിൽ ഒരു കഥ മെനഞ്ഞെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ആ കഥ ആളുകളെ കൂടുതൽ ത്രസിപ്പിക്കുന്നതായിരിക്കും. കാരണം ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ ഇപ്പം നമുക്കൊരു കാർഷിക കലാപങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാ രീതിയിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അറിവ് അനുഭവം ഒക്കെ ഉണ്ടെങ്കിൽ, കാർഷിക കലാപങ്ങൾ നടന്ന സമയത്ത് നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ ആളുകളുടെ ജീവിത രീതികളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു കാർഷിക കലാപങ്ങളെ കുറിച്ച് നല്ല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എഴുതി പിടിപ്പിക്കാനായിട്ട് സാധിക്കും. പക്ഷെ അങ്ങനെ ഒരു കാർഷിക കലാപങ്ങളെ കുറിച്ച് ഒരു അറിവും അല്ലെങ്കിൽ കേട്ടറിവ് മാത്രമുള്ള ഒരാൾക്ക് ഒരിക്കലും നല്ല രീതിയിൽ അല്ലെങ്കിൽ അനുഭവവേദ്യമാകുന്ന രീതിയിൽ ഒരിക്കലും കഥകൾ എഴുതാനായിട്ട് സാധിക്കില്ല. അതാണ് ഇവിടെ പറയുന്നത് ഡയറക്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ റീഡബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. A situation which has directly affected the author is good enough to creative elaboration and necessary involvement in the writing can active and creative process. A single situation can be the seed of all work of creative imagination. A chain of interrelated or interconnected situations can also be woven into a creative work. Chosen such a situation also can provide a right to authenticity. അപ്പൊ എന്താണ്, നമ്മുടെ ആധികാരികത ഉറപ്പാക്കാനും നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ അറിവ് നമ്മൾ ഉപകാരപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ റൈറ്റിംഗ്സ് എഴുതാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ പറഞ്ഞു ബഷീറിന്റെ ഒക്കെ കഥകളിലൊക്കെ അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഓരോരോ പ്രദേശങ്ങളിൽ ചെന്ന് താമസിച്ച് അവിടുത്തെ ജീവിത അനുഭവങ്ങളെല്ലാം കണ്ടും അനുഭവിച്ചുമാണ് അദ്ദേഹം ഓരോ കഥകൾ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കഥകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ളൊരു അനുഭവവേദ്യം അത് നൽകുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന് തന്നെ ഒരുപാട് കഥകളുണ്ട്. ആ കഥകളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ അവിടെ ആ ഒരു പ്രദേശത്ത് നിന്ന പോലെ, ആ പ്രദേശത്ത് നടന്ന പോലെ, ആ പ്രദേശത്തെ ആളുകളുമായിട്ട് ഇടപഴകിയ പോലെയൊക്കെയുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടും. അപ്പൊ ഈ ഡയറക്റ്റ് എക്സ്പീരിയൻസ് വായനക്കാരെ പിടിച്ചിരുത്താനായിട്ട് വളരെയധികം പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെയുള്ള നെക്സ്റ്റ് ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു റീഡബിലിറ്റി, ആളുകളുടെ റീഡബിലിറ്റി കൂട്ടാനായിട്ട് അല്ലെങ്കിൽ വായനക്ഷമത കൂട്ടാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മേക്ക് യുവർ ബിഗിനിങ് ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന കാര്യം ആദ്യം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പറഞ്ഞു അല്ലെ, ആദ്യം നമ്മളൊരു കഥ വായിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ ആദ്യം ഒരു ബുക്ക് ഒന്ന് എടുത്ത് നോക്കും, അതിന്റെ ആദ്യത്തെ പാരഗ്രാഫുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കും. വായിച്ചു നോക്കിയിട്ട് നമ്മൾ ഓർക്കും, ഓക്കെ ഇത് നല്ലതാണോ, നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട്
ആയിട്ട് തോന്നുവാണെങ്കിൽ മാത്രമേ നമ്മൾ ബാക്കി വായിക്കാനായിട്ട് മെനക്കെടാറുള്ളൂ അല്ലെ. അതുപോലെ തന്നെയാണ് മറ്റു പല കാര്യങ്ങളും. നമ്മളൊരു സിനിമയാണെങ്കിൽ പോലും കുറച്ചൊന്ന് കണ്ടു നോക്കിയിട്ട് നല്ലതാണെന്ന് നമുക്ക് തോന്നിയാൽ മാത്രമേ, ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ മാത്രമേ നമ്മളത് മുഴുവൻ ഒറ്റ ഇരിപ്പിന് കണ്ടു തീർക്കുകയുള്ളൂ. അപ്പൊ ആ രീതിയിൽ ബിഗിനിങ് ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള കാഴ്ചക്കാരെ നമുക്ക്, അല്ലെങ്കിൽ വായനക്കാരെ നമുക്ക് കിട്ടുകയുള്ളൂ. A dramatic beginning make a writing readable. The beginning should be written as carefully as possible. An interesting beginning can also lure and the editor or the publisher to read your writing. The beginning is dull and boring. The publisher will reject the writing without any reading that. അപ്പൊ നമ്മൾ പറഞ്ഞു, it is therefore essential that you shape your beginnings with a discrimination. The opening sentence should act the short of the curtain raiser. A right should plunge headlong into the thing itself without beating about a bush. അപ്പം ഒരു ബിഗിനിങ് ഇൻട്രസ്റ്റിംഗ് ആക്കേണ്ട പ്രാധാന്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മൾ നല്ല രീതിയിൽ ബിഗിനിങ് ഇൻട്രസ്റ്റിംഗ് ആക്കിയില്ലെങ്കിൽ, വളരെ രസകരമായ രീതിയിലുള്ള ബിഗിനിങ് ആക്കിയില്ലെങ്കിൽ നമ്മുടെ പബ്ലിഷേഴ്സ് പോലും നമ്മുടെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പുസ്തകം ചിലപ്പോൾ വായിച്ചു നോക്കാനായിട്ട് താല്പര്യപ്പെടില്ല. അവർ അത് റിജക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് വായനയോട് അധികം താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ പോലും നമ്മൾ സിനിമകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അത് ഒരു കോൺസെപ്റ്റ് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ വലിയ ആളുകളായിട്ട് വായിക്കാനായിട്ട് താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ നമ്മൾ സിനിമയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സിനിമയും ഈ ഒരു മേഖല തന്നെയാണ് അല്ലെ. റീഡിങ് പോലെ തന്നെ സിനിമ കാണുന്നതും സിനിമ എന്ന് പറയുന്ന ഒരു കലാപരമായിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പൊ ആ മേഖലയിൽ നോക്കുകയാണെങ്കിൽ ഒരു സിനിമ തുടങ്ങുമ്പോൾ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ മാത്രമേ ആളുകൾക്ക് അത് മുഴുവൻ കാണാനായിട്ട് ഒരു താല്പര്യം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ തന്നെ പറയാറുണ്ടല്ലേ, ഫസ്റ്റ് ഹാഫ് ഭയങ്കര ബോറായിരുന്നു, എഴുതിയിട്ട് പോകാൻ തോന്നി, സെക്കൻഡ് ആയപ്പോഴാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു, നമുക്ക് ഇരിക്കാൻ തോന്നിയെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതും വളരെ പ്രധാനമാണ്. നമ്മൾ റീഡബിലിറ്റി, നമ്മുടെ റീഡേഴ്സിന്റെ റീഡബിലിറ്റി കൂട്ടാനായിട്ട് നമ്മൾ ബിഗിനിങ് ഇൻട്രസ്റ്റിംഗ് ആക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ വരുന്നത് ലാംഗ്വേജ് ആൻഡ് റീഡബിലിറ്റി ആണ്. നമ്മുടെ ലാംഗ്വേജും ആ ഒരു വായനക്ഷമതയും ആളുകളെ തമ്മിൽ വളരെയധികം ബന്ധിപ്പിക്കും, ആളുകളെ പിടിച്ചിരുത്തും. അപ്പം ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കാസർഗോഡ് ഭാഷ, അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ടഫ് ആയിരിക്കും. ചില ആളുകൾക്ക്, മറ്റു പല പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ കാസർഗോഡ് ഭാഷ പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. ഇല്ല ചാടിക്കളയുക അല്ലെ, ചാടിക്കള, അതുപോലെ തന്നെ മറ്റു പല വേർഡ്സും ഉണ്ട് അല്ലെ. ഇത്തരത്തിൽ ചാടിക്കളയാന്ന് പറയാൻ നമ്മൾ വിചാരിക്കുന്നതാണ് ചാടി കൊണ്ടുപോയിട്ട് ഇല കളയാണെന്നായിരിക്കുമെന്ന്. പക്ഷെ അത് എറിഞ്ഞു കളയാനാണ് അവര് ഈ ഒരു ചാടിക്കള, ചാടിക്കോ എന്നൊക്കെ അവര് പറയാ. അപ്പൊ ഇത്തരത്തില് ചില വേർഡ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ലാംഗ്വേജിലെ പല കാര്യങ്ങളും നമുക്ക് അണ്ടർസ്റ്റാൻഡ് ആകാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഒരു വായനക്ഷമതയെ അത് വളരെയധികം ബാധിക്കും മോശമായിട്ട്. അപ്പം വൺ ഓഫ് ദ മെയിൻ ഇംപീഡിയന്റ് ഓഫ് ഈസി readability is a language. This is loaded with a heavy Latinist even in a story has the interesting plot, a feature article and an existing subject. It will not become true unless is the written in the Lord and 14th style. There is a great deal with the truth of George Orwell's observation and incidentally leadings to the artificial writing. ഇപ്പൊ നമ്മൾ നല്ല രീതിയിലല്ല കഥകൾ എഴുതുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിലല്ല ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നെങ്കിൽ അതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് മാറാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നിഷ്കളങ്കനായ ഒരു ഗ്രാമീണന്റെ കഥയാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ വളരെ കടികട്ടിയുള്ള വേർഡുകളും അതുപോലെ തന്നെ വളരെ ഔപചാരികമായിട്ടുള്ള ഭാഷയൊക്കെ അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ് ആ ഒരു കഥയ്ക്ക് അതിന്റെ ഒരു മാധുര്യം കിട്ടില്ല അല്ലെ. അത് റിയൽ ആയിട്ടുള്ളതാണോ എന്ന് നമുക്ക് സംശയം തോന്നും. പല കഥകൾ നമുക്കറിയാം. ഇപ്പം ഒരു കൃഷിപ്പണിക്കാരന്റെ ഒരു കഥയിലാണെങ്കിൽ നാം അത് എടുക്കുവാൻ മറന്നുപോയോ എന്ന് സംശയിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അതിനൊരു ഇതില്ല, അയ്യോ ഞാനത് എടുക്കാൻ വിട്ടുപോയി, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിലാണ് ആ ഒരു കഥാപാത്രവുമായിട്ട് നമുക്കതൊരു റിലേറ്റ് ചെയ്യാൻ പറ്റുക. അത് വളരെ സാമ്യമായിട്ടും അതുപോലെ തന്നെ വളരെ റിലേറ്റബിൾ ആയിട്ടൊക്കെ നമുക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള ലളിതമായ ഭാഷകൾ ഓരോ കഥാപാത്രത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ്, നമ്മളൊരു മരണ ചടങ്ങിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഒരു മാതാവ് മരിച്ച ഒരു വ്യക്തിയോട് നമ്മൾ ഒരു ആശ്വാസ വാക്കുകൾ പറയുമ്പോൾ അത് ഇത്തരത്തിലാണെങ്കിൽ പലതരത്തിൽ നമുക്ക് പറയാം അല്ലെ. അത് കൂടുതൽ അനുഭവവേദ്യം അല്ലെങ്കിൽ ആ വായനക്കാരെ ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പറയാൻ ശ്രമിച്ചാൽ മാത്രമേ ആളുകൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ, അവരത് കൂടുതൽ ആസ്വാദ്യത്തോടെ വായിക്കുകയുള്ളൂ. അത് നമ്മൾ ഇവിടെ പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. He also loses the reader's sympathy and his attention on his mother's death in such clinic expression as
I have come with the heavy heart of offer you by deepest consolence over our mother tragic demons. Such a formal, stylist sharing of grief of most likely to leave the beard party called the unmoved. On the other hand, one is likely to touch a deep chord in it. One just says, I don't know what to say. This must have been a terrible blow to you. I am only reminded for my own mother's loss 2 years ago. And then let the silence take over and let the leader fill in the gap himself. അപ്പൊ ആ ലാംഗ്വേജ് എങ്ങനെ യൂസ് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. റീഡബിലിറ്റി അല്ലെങ്കിൽ വായനാക്ഷമത ആളുകളുടെ കൂട്ടാനായിട്ട് ലാംഗ്വേജ് എങ്ങനെ യൂസ് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. മറ്റൊരു എക്സാമ്പിളില് ഒരു അമ്മ മരിച്ച ഒരു വ്യക്തിയോട് നമ്മൾ പറയാണ്, എന്റെ ഹൃദയം വേദനയാൽ കാഠിന്യമായി തീർന്നിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് എത്രത്തോളം ആ ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വേർഡുകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വായനക്കാരെ പോലും ചിലപ്പോൾ അത് അത്ര രസിപ്പിക്കുകയില്ല. കാരണം രസിപ്പിക്കുകയില്ലെന്നല്ല, ആ ഒരു വികാരങ്ങൾ അയാളുടെ ഉള്ളിലേക്ക്, ആ വായനക്കാരന്റെ ഉള്ളിലേക്ക് എത്തിക്കുകയില്ല. കാരണം നമ്മൾ സാധാരണ ഒരു പറച്ചിൽ അല്ലെങ്കിൽ സാധാരണ ചടങ്ങുകളിൽ നമ്മൾ ഒരിക്കലും ഇത്തരം കാഠിന്യമുള്ള വാക്കുകൾ പറയാറില്ല, അല്ലെ? ദുഃഖത്താൽ എന്റെ ഹൃദയം കാഠിന്യമാകുന്നു എന്നുള്ള രീതിയിലൊന്നും ഒരിക്കലും നമ്മൾ ഡെയിലി ലൈഫിൽ പറയാറില്ല. പക്ഷെ മറ്റൊരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇത് അവതരിപ്പിക്കാം. എനിക്ക് നിന്നോട് എന്താണ് പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും. 2 വർഷം മുമ്പ് എന്റെ അമ്മ മരിച്ചപ്പോഴുള്ള അവസ്ഥയാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ്, ആ ഒരു ആളുടെ മാനസികാവസ്ഥ വായനക്കാരനിലേക്കും എത്തിക്കാനായിട്ട് ഇത് സാധിക്കും, അല്ലെ? കാരണം നമുക്ക് എപ്പോഴും അറിയാൻ സാധിക്കുന്ന അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺവെർസേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ആണ് അവിടെ രണ്ടാമതായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ലാംഗ്വേജിലുള്ള ഡിഫറൻസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നാണ് പറയാം. ഇനി ഡയലോഗ്സ് ഹെൽപ് ടു എൻഷുർ റീഡബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എങ്ങനെ ഡയലോഗുകൾ റീഡബിലിറ്റിനെ കൂട്ടുമെന്നുള്ളത്. നമ്മൾ പറഞ്ഞ നോവലുകളിലും അതുപോലെ തന്നെ കഥകളിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഡയലോഗുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, അല്ലെ? എല്ലാ കഥകളിലും തന്നെ ഓരോരുത്തർ വ്യക്തികൾ ഡയലോഗുകൾ പറയുന്നത് കൂടിച്ചേർത്ത് ചെയ്തിട്ടുണ്ട്. പൂവമ്പാട് എന്ന് പറയുന്ന നോവലിലാണ്, ചെറുകഥയിലാണെങ്കിലും അതുപോലെ തന്നെ ഡുപ്പുപ്പാക്കർ ആന ഉണ്ടാർന്ന് പറയുന്ന നോവലിലായാലും എല്ലാം ആളുകൾ പറയുന്ന കോൺവെർസേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഡയലോഗുകൾ എന്ന് പറയുന്നത് ആളുകളുടെ മനസ്ഥിതി അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തെ കുറിച്ച് വിശദമാക്കി തരുന്നതിനുള്ള ഒരു ക്ലൂവും കൂടിയാണ് ഈ സംഭാഷണങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓരോ ആളുകളുടെയും കഥാപാത്രത്തിനനുസരിച്ചുള്ള സംഭാഷണങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതും നമ്മുടെ റീഡബിലിറ്റിനെ വളരെയധികം സഹായിക്കുന്നതിന് കാരണമാകും. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് റീഡിങ് അധികം ഇല്ലെങ്കിൽ പോലും നമ്മൾ ചലച്ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ചിത്രങ്ങളിൽ പോലും അല്ലെങ്കിൽ നമ്മൾ സിനിമകളിൽ പോലും നമുക്ക് ഒരു കഥാപാത്രത്തിന്റെ സംഭാഷണങ്ങളിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ചേഷ്ടകളിൽ നിന്നൊക്കെ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും, അല്ലെ? അതുകൊണ്ട് ആ സ്വഭാവത്തിന്റെ ആ സവിശേഷതകൾ വിട്ടുപോകാതെ അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാതെയാണ് ഓരോ കഥയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡയലോഗുകൾ ഒരു കഥയെ എത്രത്തോളം മനോഹരമാക്കുന്നു, ആ ആളുകളെ എത്രത്തോളം ഇത് ആകർഷിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. The conversations of the drama are held in the present, but they embrace the past and influence in future course of action. The conversation of caused by some event of statement, someone involved in the story and the situation. The dialogue is dramatic because it is rooted in the situation. It is a substance affects the course of events, and it really reveals the personality of the speaker's. Dramatic dialogues can thus be said as a product of past, present, and future of an event, a story, and the characters involved in it. Even outside the limits of drama, it is different kinds of narratives such as short story, novel, and narrative poetry. Dialogue can play an important role by helping a writer to dramatize ideas, indicates of crisis. About dialogues is useful tactics device in give one's narrative place and use skillful and brings in feeling of immediately to the situation. അപ്പൊ ഓരോ കഥയും അതിലെ കഥാപാത്രങ്ങളും പറയുന്ന രീതിയും അതിന്റെ സംഭാഷണങ്ങളും ഒക്കെ നമുക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് വളരെ അനുഭവവേദ്യമാക്കുന്ന രീതിയിലുള്ളതായിരിക്കണം. അപ്പൊ നമ്മുടെ റീഡബിലിറ്റി അല്ലെങ്കിൽ നമ്മളെ വായിക്കുന്ന ആളുകളുടെ റീഡബിലിറ്റി അല്ലെങ്കിൽ വായനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി ഡയലോഗ്സ് ഇൻ പോയട്രി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ പോയട്രിയിൽ, കവിതകളിലാണെങ്കിൽ പോലും ചിലപ്പോൾ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ കവിതയിലുള്ള പ്രാസങ്ങളിലൊക്കെ നമ്മൾ ചിലപ്പോൾ ആളുകളുടെ സംഭാഷണങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്.
Dialogue is a literary technique involving conversations between two or more characters. These two characters converse with one another and can thus influence the writing in the variety of ways. Dialogue is a frequently concerned with the specific topic. Poets uses dialogue to convey their contracting and varied ideas through various characters in poetry. As an example, the dialogues have from Vikram Seeds and Golden Gate are given in the Q&A section. He uses a comedic dialogue between lovers, not least because of the author handled the speech of well, the dialogue is dramatic. അപ്പോൾ ഈ പോയങ്ങളിലൊക്കെ ചിലപ്പോൾ ആളുകൾ തമ്മിലുള്ള ചില സംഭാഷണങ്ങളൊക്കെ കവിതകളായിട്ട് തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ കവിതകളിൽ നിന്ന് ആളുകളുടെ മനോഗതിയും അതുപോലെ തന്നെ അവരുടെ വീക്ഷണങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഈ കഥകളിൽ നിന്നും അല്ലെങ്കിൽ ഈ കവിതകളിൽ നിന്നുള്ള ഈ സംഭാഷണങ്ങൾ നമ്മളെ കൂടുതൽ ഉത്തേജിതരാക്കുകയും ആ കവിത കൂടുതൽ വായിക്കാനും കൂടുതലായിട്ട് അവരുടെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കാനും നമുക്ക് തോന്നുകയും കൂടെ ചെയ്യും. ഇനി ഡയലോഗ്സ് ഇൻ ഡ്രാമ എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ ഇതെല്ലാം പറയുന്നത് എന്താണ്? ഈ ഡയലോഗുകളുടെ പ്രത്യേകതയാണ്. നമ്മൾ ഓരോ ഡയലോഗുകളും എടുക്കുമ്പോൾ ഈ ഡയലോഗുകൾ നമ്മുടെ കഥാപാത്രവുമായിട്ട് വളരെയധികം യോജിച്ചതായിരിക്കണം എന്ന് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഡയലോഗുകളിലൂടെ നമുക്ക് ആ കഥ കൂടുതൽ, അല്ലെങ്കിൽ കഥയായാലും പോയട്രി ആയാലും ഡ്രാമ ആയാലും നമുക്ക് ആ കഥയും ആ പോയട്രിയും ഡ്രാമയൊക്കെ കൂടുതലായിട്ട് കണ്ടു തീർക്കാനും അത് വായിച്ചു തീർക്കാനും ഒക്കെയുള്ള ആവേശം ഈ ഡയലോഗുകൾ വഴി നമ്മുടെ വായനക്കാർക്ക് കൊടുക്കണം എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. In plays dialogue several purposes. It is primary functions in dramatic. This that is advanced the poet. Characters speak because of they require something, as believed the saying something will help them obtain it. The practices this will never as easy as it appears. It may appear continuity, but the sense actual purpose or goal is frequently the one thing that cannot be said aloud. Rather than citing his own her intentions, and a character pursues the many steps that lead to the goal. We frequently talk around the important issues that are too sensitive to discuss. The character doesn't need to say anything more than this absolutely necessary. അപ്പോൾ ഡ്രാമകളിലൊക്കെ നമ്മൾ കൂടുതൽ സംഭാഷണങ്ങൾ ഉപയോഗിക്കുന്നത് നമുക്കറിയാം. കാരണം പോയട്രീസിൽ നിന്നും നോവൽസിൽ നിന്നും കൂടുതലായിട്ട് സംഭാഷണങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മേഖല തന്നെയാണ് ഡ്രാമാസ്. അപ്പൊ ഡ്രാമകൾ നമ്മൾ കൂടുതൽ അട്രാക്റ്റീവ് ആക്കണമെങ്കിൽ അതിന്റെ ഡയലോഗ്സ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കണം. നല്ല രീതിയിലുള്ള ഡയലോഗുകൾ ഉണ്ടെങ്കിൽ, നല്ലൊരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ആ കാണികളെ പിടിച്ചിരുത്താനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഈ ഡ്രാമകളൊക്കെ വായിക്കാനായിട്ട് ആളുകൾക്ക് കൂടുതൽ പ്രചോദനം കിട്ടുന്നത് നല്ല രീതിയിലുള്ള കോൺസെപ്റ്റുകളും നല്ല ഡയലോഗ്സും ഒക്കെ ഉൾപ്പെടുത്തിയാൽ മാത്രമാണ്. ഷേക്സ്പിയറിന്റെ ഒക്കെ ഒരുപാട് നാടകങ്ങളുണ്ട് അല്ലെ, നമുക്കറിയാം. ഒരുപാട് നാടകങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും മനോഹരമായിട്ടാണ് അദ്ദേഹം നാടകങ്ങളൊക്കെ രചിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ നാടകങ്ങൾക്ക് ലോകമെമ്പാടും ആരാധകരുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഡയലോഗുകൾ പോയട്രിയിലാണെങ്കിലും നമ്മുടെ നോവൽസിലാണെങ്കിലും ഡ്രാമയിലാണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അത് നല്ല രീതിയിൽ ഡയലോഗ്സ് ഉപയോഗിക്കണം. ഇനി ഹൗ ടു കൺക്ലൂഡ് എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് ആണ്. നമ്മൾ റീഡബിലിറ്റി അല്ലെങ്കിൽ വായനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ വായനക്ഷമത നിലനിർത്താനായിട്ട് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, നോവലുകളും പോയട്രീസും ഡ്രാമാസും ഒക്കെ എങ്ങനെ കൺക്ലൂഡ് ചെയ്താൽ ആളുകൾക്ക് കൂടുതൽ അത് വളരെ സന്തോഷകരമായിട്ട് ആ ഒരു വായനയെ ആസ്വാദികരമായിട്ട് തീർക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. എൻഡിങ് ഷുഡ് ബി വർക്ക് ഔട്ട് വിത്ത് ദ സെയിം മെഡ്ലസ് ഓർ കെയർസ് ആസ് ദ ബിഗിനിങ്. ദർ ആർ ടു ടൈപ്സ് എൻഡിങ്, എ ക്ലോസ്ഡ് ആൻഡ് ദ ഓപ്പൺ എൻഡിങ്. അപ്പോൾ ക്ലോസിങ്, ഈ ഒരു കൺക്ലൂഡ് ചെയ്യുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പല നോവൽസും അവസാനിക്കുന്നതൊക്കെ വളരെ സന്തോഷകരമായിട്ട് നമുക്ക് തോന്നും അല്ലെ. ഒരു നോവൽ വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷവും ഒരു ആത്മസംതൃപ്തിയും ഒക്കെ തോന്നുന്നതായിട്ട് നമുക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ നോവൽ ശരിക്കും നമ്മളെ സ്വാധീനിച്ചു എന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് എന്തെങ്കിലും ദുഃഖകരമായിട്ടുള്ള നോവലിന്റെ അവസാനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും അസ്വസ്ഥമായി തീരും. അപ്പം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു കൺക്ലൂഡ് ഒക്കെ എത്തുമ്പോൾ ഓരോ നോവലും കാര്യങ്ങളൊക്കെ ഓരോ സാഹിത്യകൃതികളും കൺക്ലൂഷനിൽ എത്തുമ്പോൾ ആ ആദ്യം തുടങ്ങുമ്പോഴുള്ള ആ ഒരു അതേ ഒരു രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു എൻഡിങ് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. കാരണം തുടക്കവും ഒടുക്കവും നന്നായാൽ മാത്രമേ നമ്മുടെ നോവലുകൾക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു വായന, ഒരു മതിപ്പ് അല്ല ആളുകളുടെ ഇടയിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ ഒരു എൻഡിങ്സിന്റെ കാര്യം ഓർക്കുക. അതുപോലെ തന്നെ ക്ലോസ് എൻഡിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പൺ എൻഡിങ്സ് ആയിട്ടുള്ള നോവൽസും കാര്യങ്ങളുണ്ട്. ക്ലോസ് എൻഡിങ് എന്ന് പറയുന്നത് ഇനി ഒരു കാര്യവും അവിടെ ഇല്ല,
എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറഞ്ഞു തീർത്തു. അത് വളരെ മനോഹരമായിട്ട് അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിൽ ഒരു സംശയവും ആളുകൾക്കില്ല, വായനക്കാരനും ഒരു സംശയമില്ല, ഒരു തുടർ ലേഖനത്തിനുള്ള ഒരവസരം അവിടെ ഉണ്ടാകുന്നില്ല. പക്ഷേ ഓപ്പൺ എൻഡിങ് എന്ന് പറയുന്ന മറ്റൊരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ നോവലുകൾ അവസാനിപ്പിക്കാം. ഒരു പക്ഷേ നമുക്ക് അത് അവസാനിച്ചില്ല എന്നുള്ള തോന്നൽ വായനക്കാരിൽ നിരന്തരം ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. എന്തോ ഒരു കാര്യം പറയാൻ ബാക്കി വെച്ചതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പല പല സിനിമകളുടെ കാര്യം എടുത്താൽ നമുക്ക് മനസ്സിലാവും. ഏതെങ്കിലും ഒരു സിനിമ ഇപ്പൊ ക്ലോസ് ആയിട്ട് എൻഡ് ചെയ്യിച്ച സിനിമകളുണ്ട്. അതുപോലെ തന്നെ ഒരു ഓപ്പണിംഗ് കൊടുക്കുന്ന സിനിമകളുണ്ട് അല്ലേ? നമ്മൾ ബാഹുബലി എന്ന് പറയുന്ന ഫസ്റ്റ് ഒക്കെ പോയി കണ്ടപ്പോൾ എന്താണ്, അതിനൊരു അടപ്പില്ല, അല്ലെങ്കിൽ ഒരു ക്ലോസ് ചെയ്തിട്ടില്ല. അത് പിന്നെയും തുടർന്ന് പോകുന്നതിനൊരു കഥ അവിടെ ഇട്ടിട്ടാണ് എന്താണ് അത് അവസാനിച്ചിരിക്കുന്നത്. ആ ബാഹുബലി ഫസ്റ്റ് എന്ന് പറയുന്ന മൂവി അവസാനിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ മറ്റു ചില മൂവീസ് ഒക്കെ വളരെയധികം എല്ലാ രീതിയിലും എല്ലാ സംശയങ്ങളും തീർത്ത് വായനക്കാരനും അതുപോലെ തന്നെ കാണികൾക്കും യാതൊരു സംശയവും ഇല്ലാത്ത രീതിയിൽ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ രണ്ട് രീതിയിലുള്ള എൻഡിങ്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എ ക്ലോസ്ഡ് എൻഡിങ് ഇസ് ദ ടൈപ്പ് ഓഫ് കൺക്ലൂഷൻ ദാറ്റ് അറ്റംപ്റ്റ്സ് ടു റൗണ്ട് ഓഫ് ദം നീഡ്ലി ലീവിങ് നത്തിങ് ടു ദ റീഡേഴ്സ് ഇമാജിനേഷൻ. അപ്പൊ അതാണ് ഈ ഒരു ക്ലോസ്ഡ് എൻഡിങ് എന്ന് പറയാം. കാരണം ലീവിങ് നത്തിങ് ടു ദ റീഡേഴ്സ് ഇമാജിനേഷൻ, ഒന്നും അവശേഷിപ്പിക്കാതെ, റീഡേഴ്സിന്റെ ഇമാജിനേഷനിൽ ഒന്നും അവസാനിപ്പിക്കാതെ അത് നിർത്തിയിരിക്കുന്നു എന്നുള്ളത് ഈ ഒരു ക്ലോസ് എൻഡിങ് ആയിട്ടുള്ള നോവൽസിന്റെ പ്രത്യേകതയാണ്. കാരണം ചില സിനിമകൾ എടുത്താൽ തന്നെ നമുക്ക് അതിന്റെ ഒരു ബാക്കി ഉണ്ടല്ലോ, ബാക്കി ഒന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് അല്ലെ? വെട്ടം എന്ന സിനിമയൊക്കെ, നമ്മൾ ദിലീപിന്റെ വെട്ടം എന്ന സിനിമയിൽ ലാസ്റ്റ് ആ ഒരു നായകനും നായിക ഒരുമിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ദിലീപിന്റെ വീട്ടുകാരുടെ ദുഃഖവും ഒക്കെ നമ്മൾ ആ സിനിമയിലൂടെ കണ്ടതാണ്. അപ്പൊ ആ ദുഃഖങ്ങൾക്കൊക്കെ ഒരു പരിധി കിട്ടിയോ, ആ അനീതിയുടെ കല്യാണം നടന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചില കാണികളുടെ ഉള്ളിൽ ഒരു സംശയമായിട്ട് നിന്ന് കാണും. അപ്പം അത് പണമുണ്ടെങ്കിൽ പോലും അതെങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യം നമുക്ക് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ ഇമാജിനേഷനിൽ പിന്നെയും ആ കഥ കൊണ്ടുപോകാനായിട്ട് ചില കാണികൾക്ക് തോന്നാം. അപ്പൊ അതെന്ന് പറയുന്ന ഓപ്പൺ എൻഡിങ് ആയിട്ടുള്ള ഒരു കഥയായിരിക്കാം. പക്ഷെ ഇത് ക്ലോസ് എൻഡിങ് ആയിട്ടുള്ള കഥ എന്ന് പറയുന്നത് യാതൊന്നും അവശേഷിപ്പിക്കാതെ ഒരു ഇമാജിനേഷനും കൊണ്ടുപോകാതെ എല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നതിനെയാണ് ഒരു ക്ലോസ് എൻഡിങ് എന്ന് പറയാം. എന്നാൽ അതിന്റെ ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സിനിമകളിൽ നിന്നും കഥകളിൽ നിന്നൊക്കെ നമുക്ക് തന്നെ കണ്ടെത്താം കേട്ടോ. അപ്പൊ കൂടുതലായിട്ട് നമുക്ക് ആ കാര്യം മനസ്സിലാവും. ഇറ്റ് ഈസ് ലൈക്ക് ടു സോൾവ് എ മാത്തമാറ്റിക്കൽ പ്രോബ്ലം വിത്ത് authoritarian assertion. The sort of ending may work as something of the feature article, a book review, or a interview story, but it's never work in a short story or a poem. The theme ending from readers like this to sum up, therefore, in brief, such a consolation, such sound to simplified and dogmatic. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഈ ഒരു കൺക്ലൂഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നല്ല രചയിതാക്കളാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു രീതിയിൽ കഥ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു തുടക്കം നല്ലതാണെങ്കിൽ പോലും, ചിലപ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള റൈറ്റിംഗ്സിന്റെ തുടക്കം നല്ലതാണെങ്കിൽ പോലും അവസാനം മോശമാണെങ്കിൽ അത് റീഡേഴ്സിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ വായനക്കാരുടെ ഉള്ളിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നതിന് കാരണമാകും. അതുകൊണ്ട് തുടക്കം പോലെ തന്നെ വളരെ മനോഹരമാക്കി നമ്മൾ അവസാനിപ്പിക്കുകയും കൂടെ ചെയ്താലാണ് നമ്മുടെ ക്രിയേറ്റീവ് റൈറ്റിംഗ്സ് ഏറ്റവും മനോഹരമാവുക. അപ്പൊ അതുകൂടെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കാം, ഓർത്തിരിക്കാം. ഇതിൽ നിന്ന് വന്ന് കണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഡിസ്കസ് ഹൗ റീഡബിലിറ്റി ഇൻ ദ റൈറ്റേഴ്സ് അൾട്ടിമേറ്റ് ഗോൾ, അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അത് വന്നിട്ടുണ്ട്, നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്ന് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ റീഡബിലിറ്റി അല്ലെങ്കിൽ വായനക്ഷമത ഒരു രചയിതാവിന്റെ അൾട്ടിമേറ്റ് ഗോൾ ആവുന്നത് എങ്ങനെയാണ്, എപ്പോഴാണെന്നുള്ളത്. നമ്മൾ എഴുതുന്നത് എന്തിനാണ്? ആളുകൾ നമ്മുടെ കൃതികൾ വായിക്കാനായിട്ടാണ് അല്ലെ? അപ്പൊ വായനക്ഷമതയുള്ളതാക്കുക നമ്മുടെ കൃതികൾ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെയാണ്. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി ആർക്കൊക്കെയോ വേണമെങ്കിൽ താല്പര്യമുള്ളവർ വായിക്കട്ടെ എന്നുള്ള രീതിയിൽ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ എഴുത്തെന്ന് പറയുന്നത് അത്ര സുതാര്യമായിരിക്കില്ല. ചിലപ്പോൾ ആളുകൾക്ക് അത് ആസ്വദിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അത് വായിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാകുകയുള്ളൂ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അതിന്റെ വായനക്ഷമത വർദ്ധിപ്പിക്കാനുള്ള രീതിയിൽ കഥകൾ എഴുതുന്നത് നമ്മുടെ ഗോൾ തന്നെയാണ്. ആ ഗോൾ നമ്മൾ അച്ചീവ് ചെയ്താലേ നമുക്ക് ക്രിയേറ്റീവ് റൈറ്റേഴ്സ് ആയിട്ട് നല്ല രീതിയിൽ പേരെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്, വന്ന് ചോദിച്ചു കണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പിന്നെ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഹെൽപ്പ് എ റൈറ്റർ മേക്ക് ഹിസ് റൈറ്റിംഗ്സ് റീഡബിൾ എക്സ്പ്ലെയിൻ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഡയറക്റ്റ് എക്സ്പീരിയൻസ് നമ്മുടെ വായനക്കാരെ കൂടുതൽ വായനക്ഷമതയുള്ളവരാക്കി തീർക്കുന്നത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു
നമ്മുടെ രചനകൾ എങ്ങനെയാണ് കൂടുതൽ ആളുകളിലേക്ക് അതൊരു അനുഭവവേദ്യമാക്കി തീരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നേരിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ എഴുതുമ്പോൾ അത് ആളുകൾക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ അവർക്കത് ഒരു അനുഭവവേദ്യമാകാനായിട്ട് തുടങ്ങും. കാരണം നമ്മളിപ്പം ഒരു സ്ഥലമോ, ഒരു അവിടുത്തെ ആളുകളെ ഒന്നും കണ്ട് പരിചയമോ അല്ലെങ്കിൽ അവരുടെ രീതികളുമായിട്ടൊന്നും നമുക്ക് ഒരിക്കലും നമുക്ക് ഒരു അനുഭവം കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ എഴുതുന്നതിൽ ഒരുപാട് തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. ആ തെറ്റുകൾ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനുള്ള സാധ്യതയും കൂടുതലാണ്. ചിലപ്പോൾ ആളുകൾ അവിടെ പോയിട്ടുള്ളവരുണ്ടാവാം ഇത് വായിക്കുന്നതില്. അപ്പൊ ആളുകൾക്ക് മനസ്സിലാവും ഓക്കെ ഇത് തെറ്റാണ്. ഈ രീതിയിലായിരിക്കില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് നമ്മൾ എഴുതുന്നതിൽ ഒരുപാട് പൊരുത്തക്കേടുകളൊക്കെ നമുക്ക് തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് റിയൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കഥകൾ എഴുതാനായിട്ട് സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഒരു സ്ത്രീകളുടെ അവസ്ഥകളെ കുറിച്ചൊക്കെ എഴുതുവാണെങ്കിൽ സ്ത്രീകൾ ദുരിതം അനുഭവിച്ച ആളുകളെ നേരിട്ട് കണ്ട് സംസാരിച്ച് അവരുടെ ആശയങ്ങളൊക്കെ നേരിട്ട് കളക്ട് ചെയ്ത് എഴുതുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അല്ലാതെ പുരുഷന്മാര് സ്ത്രീകളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അവരുടെ ചിന്തകളെക്കുറിച്ചും അവരുടെ മാനസികാവസ്ഥകളെക്കുറിച്ചും യാതൊരു ധാരണയുമില്ലാത്ത ആളുകൾ സ്ത്രീകളെക്കുറിച്ച് എഴുതുമ്പോൾ അത് മിക്കവാറും തെറ്റായി പോകാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീകൾ അത് വായിക്കുമ്പോൾ അത് ഇയാൾ എഴുതിയത് തെറ്റാണെന്നുള്ളൊരു ചിന്ത സ്ത്രീകളുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് വായനാക്ഷമതയെ അത് വളരെയധികം മോശമായിട്ട് ബാധിക്കും. അതുകൊണ്ടാണ് റിയൽ എക്സ്പീരിയൻസ് റീഡബിലിറ്റിനെ സഹായിക്കുന്നു എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ബിഗിനിങ് ഇൻട്രസ്റ്റിംഗ് ആക്കണം എന്ന് നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യമേ എല്ലാവരും നോക്കുന്നത് എന്താണ്? ആദ്യമേ നമ്മൾ നോക്കുന്നത് നമ്മുടെ ആ ഫസ്റ്റ് പേജുകളായിരിക്കും. വായിക്കാനായിട്ട് എടുക്കുന്ന പുസ്തകത്തിന്റെ ആദ്യ പേജുകളായിരിക്കും. അപ്പൊ അത് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ മാത്രമേ ആളുകൾക്ക് മറ്റു പേജുകൾ വായിക്കാനുള്ള ഒരു തോന്നൽ ഉണ്ടാവുകയുള്ളൂ. നമുക്കാണേലും അങ്ങനെയാണ് അല്ലേ? നമ്മൾ പഠിക്കാനായിട്ട് പുസ്തകം എടുക്കുമ്പോൾ ഒന്ന് മറിച്ച് നോക്കും. ഓ ഇതൊന്നും പഠിക്കാനായിട്ട് തോന്നുന്നില്ല. എന്നിട്ട് മറിച്ച് വെക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ആദ്യമേ നോക്കുമ്പോൾ തന്നെ നമുക്കത് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് തോന്നുവാണെങ്കിൽ നമ്മളത് പഠിക്കാൻ തുടങ്ങും അല്ലേ? അപ്പൊ ആ രീതിയിൽ പുസ്തകങ്ങളും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് എങ്കിൽ മാത്രമേ നമ്മൾ തുടർന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ ആ ഒരു ആദ്യ ഭാഗങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു പാഠത്തിൽ നിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഫീച്ചർ റൈറ്റിംഗ് ആണ്. ഫീച്ചേഴ്സിനെ കുറിച്ച് നമുക്കറിയാം. നമ്മുടെ പത്രങ്ങളിലൊക്കെ എപ്പോഴും ഫീച്ചേഴ്സ് എഴുതുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഫീച്ചേഴ്സ് എഴുതിയത് നമ്മൾ വായിച്ചിട്ടുണ്ടാവും. പണ്ടത്തെ ഒരു ഫീച്ചർ ആയിരുന്നു സ്ത്രീധന മരണങ്ങൾ. സ്ത്രീധനത്തെ കുറിച്ചൊക്കെ ഒരു ഫീച്ചർ നമ്മുടെ മലയാള മനോരമയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിൽ ഫീച്ചർ എങ്ങനെ നമുക്ക് എഴുതാം, അത് ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ള കാര്യം നമ്മൾ ഈ ഒരു 5th ചാപ്റ്ററിൽ പഠിക്കുന്നത് കേട്ടോ. A feature is a piece of writing that is longer than a news story. Features come in the variety of forms and are commonly used in magazines, newspapers, and online. A feature is with a frequently cover the issues is greater depth and a news story would, or it may examine an ongoing story from a different perspective. The growing popularity of travel and tourism has increased the demand for travel features in daily newspapers and magazines. As a travel writer, you must cultivate certain skills and qualities. Women issues are now being covered in the media. In this chapter, we will go over some important aspects of features writing and are most common in magazines and newspapers. Weekend supplements writing about women and travel, and two examples we will learn about writing features about women without displaying any gender bias and as well as travel. അപ്പോൾ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞത് നമുക്ക് ആ കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഫീച്ചർ എന്ന് പറയുന്നത് ന്യൂസ് പേപ്പറിലെ ന്യൂസിനേക്കാളും വളരെയധികം വർധനവ് അല്ലെങ്കിൽ വളരെയധികം ലെങ്ത് കൂടിയതായിരിക്കും. ഇപ്പൊ ന്യൂസ് പേപ്പേഴ്സിലെ ഓരോ വാർത്തകളും ചിലപ്പോൾ ഒരു ന്യൂസ് പേപ്പറിലെ ഒരു ഭാഗം മാത്രമായിട്ട് നിൽക്കുന്നുവെങ്കിൽ ഫീച്ചർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു കോളം മുഴുവനായിട്ടുണ്ടാവും, അല്ലെങ്കിൽ 2 പേജുകളിലായിട്ട് ഫീച്ചേഴ്സ് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവാം. അപ്പൊ ആ രീതിയിൽ ന്യൂസിനേക്കാളും കൂടുതൽ പ്രാധാന്യമുള്ളതായിട്ട് ഫീച്ചേഴ്സ് വരാറുണ്ട്. അതുപോലെ തന്നെ വളരെ ആഴത്തിൽ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് അറിവ് കിട്ടുന്നതിന് ഫീച്ചേഴ്സ് സഹായകമാകാറുണ്ട്. സ്ത്രീധനത്തെ കുറിച്ചും അതുപോലെ തന്നെ രാഷ്ട്രീയത്തെ കുറിച്ചും രാഷ്ട്രീയ മാലിന്യ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഫീച്ചേഴ്സ് വന്നിട്ട് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്ക് ആഴത്തിലുള്ള ഒരു അറിവ് കിട്ടാനായിട്ട് ഫീച്ചർ റൈറ്റിംഗിലൂടെ സാധിക്കും. അതുപോലെ തന്നെ ആളുകളെ പിടിച്ചിരുത്താനായിട്ട് ഒരുപാട് ടെക്നിക്സ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമ്മളിവിടെ പറയുന്നുണ്ട്. റൈറ്റിംഗ് അബൌട്ട് വിമൻ എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ ഫീച്ചേഴ്സ് എഴുതുമ്പോൾ വിമൻസിനെ കുറിച്ചുള്ള ഫീച്ചേഴ്സ് എഴുതുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്.
women's media representation is significantly lower than that one man. According to studies, women are only featured in 10% of news read stories. Men are more likely than women is be quoted in the media and the cover serious topics. Women have been severely marginalized in the certain news categories such as politics, law, and business. Furthermore, the news media constantly cites more compels opinions from female business of citizens while ignoring the majority of insightful statements made by men. അപ്പോൾ ഈ വിമൻസിനെ കുറിച്ചുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും എഴുതുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഓർക്കേണ്ടത് എപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമാണ് അല്ലെങ്കിൽ ഒരു ജെൻഡർ ആണ് അല്ലെ വിമൻസ് എന്ന് പറയാം. കാരണം മെൻസിനെ പോലെ തന്നെ ഏറ്റവും അധികം തുല്യത ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ് സ്ത്രീകൾ. പക്ഷേ പലയിടത്തും സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ഒരു തുല്യത നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ സ്ത്രീകളുടെ അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ സ്ത്രീകളെ കുറിച്ചുള്ള വാർത്തകളൊക്കെ വളരെ കുറവായിരിക്കും. എപ്പോഴും പുരുഷ ആധിപത്യപരമായിട്ടുള്ള വാർത്തകളായിരിക്കും എപ്പോഴും നമ്മുടെ പത്രങ്ങളിലും അതുപോലെ തന്നെ മാസികകളിലും ഒക്കെ നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിമൻസിനെ കുറിച്ച് നമ്മൾ എഴുതുമ്പോൾ വളരെ പർട്ടിക്കുലർ ആയിട്ട് വളരെയധികം ആലോചിച്ച് അവരുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തീംസും കാര്യങ്ങളൊക്കെ കണ്ടെത്തി വേണം നമ്മൾ ഫീച്ചേഴ്സ് എഴുതാനായിട്ട്. A national delay newspaper began a novel journalism experiment a few years ago by adopting a village and publishing regular reports on its development work. In the contrast, these reports said little or nothing about women while mentoring men, sheep, cattle, chickens, hens, pigs, and other animals. Furthermore, 9 out of 10 people believe that the only appropriate subjects for women writers are fashion, clothes, beauty care, cooking, and babies. Women are involved in a variety of activities, including farming, healthcare, and politics, and writing about them should reflect this. We should not regard them as mere toys, sex objects, or intelligent humans with a limited interest. അപ്പോൾ കുറെ വർഷങ്ങൾക്ക് മുൻപ് ഒരു പത്രത്തിൽ വന്ന ആർട്ടിക്കിളിൽ ഈ ഒരു ഗ്രാമത്തെ കുറിച്ചും ആ ഗ്രാമത്തിനെ അഡോപ്റ്റ് ചെയ്ത് ആ ഗ്രാമത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എഴുതിയിരുന്നു. പക്ഷേ ഈ ഫീച്ചേഴ്സിൽ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടുകളിലൊന്നും സ്ത്രീകളുടെ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ സ്ത്രീകൾ നടത്തിയിട്ടുള്ള ഉന്നമന പ്രവർത്തനങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം അതിൽ കാർഷിക മേഖലകളും അതുപോലെ തന്നെ പൊളിറ്റിക്സിലും ഒക്കെ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് പുരുഷന്മാരുടെ അച്ചീവ്മെന്റ്സും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സ്ത്രീകൾ ഒരിക്കലും അതിന്റെ ഒരു മുഖ്യ കഥാപാത്രമായിട്ട് ഒരിക്കലും വന്നില്ല. അതിന്റെയൊക്കെ പ്രധാന കാരണം എന്ന് പറയുന്നത് സ്ത്രീകളെ ഒരിക്കലും ഒരു ഡെവലപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു വുമൻ ആയിട്ടോ അല്ലെങ്കിൽ ആളുകളായിട്ടോ ഒന്നും കാണുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾ നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആളുകൾ പരിഗണിക്കാത്തതും ഇതിനൊരു പ്രധാനപ്പെട്ട കാരണമായി. കാരണം നമ്മുടെ പത്ര റിപ്പോർട്ടുകളിലൊക്കെ ഇതിനു വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പരാമർശങ്ങളൊന്നും വരാത്തത് ഇത്തരത്തിലുള്ള പാർശ്വവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണെന്നാണ് പറയാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. To write sensitively, we must treat people as individuals. People should not be treated as mere objects. We must also be open the willing of examine as problem in all of its complexities. Such a sensitivity can also attained into if we live by the values you are attempting to convey in your writings. For example, you cannot be a sensitive writer or woman if you treat them with a disappropriate and non entitles in your own life. As article makes light on the rape of minor girl by 2 police officers, the Mudra case was the rapes go somewhat penetrating the goes to the describe it is an ambitious investigation of the allied assaults by 2 jammed policemen, Howard Precious and sexuality forward girl. അപ്പോൾ ഇത്തരത്തില് ഗേൾസിനെതിരെയുള്ള ആറ്റിറ്റ്യൂഡ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ പുരുഷന്മാര് സ്ത്രീകളെ കുറിച്ചുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും എഴുതുമ്പോൾ അവരുടെ മാനസികാവസ്ഥയും അവരുടെ ചിന്താരീതികളും അവരുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എഴുതുവാണെങ്കിൽ അത് കൂടുതൽ ഈ ഒരു തരംതിരിവിനെ എതിർക്കാനായിട്ട് അത് കൂടുതൽ പര്യാപ്തമാകുമെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് റേപ്പ് കേസുകളും ഒക്കെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ആ റേപ്പ് കേസുകളിലൊക്കെ നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ആ പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെയും ആ പെൺകുട്ടികളുടെ റിലേറ്റീവ്സിന്റെ ഒക്കെ മാനസികാവസ്ഥയും ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയൊന്നും കണക്കാക്കാതെയുള്ള എഴുത്തുകൾ ഒരിക്കലും നല്ല രീതിയിലുള്ള ഒരു ഫീച്ചർ റൈറ്ററിനെ അത് ഒരിക്കലും ഗുണമാവുകയില്ലെന്നാണ് പറയുന്നത്. കാരണം എപ്പോഴും നമ്മൾ എഴുതുമ്പോൾ
ആ ഒരു ഇക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു കുട്ടികൾക്ക് വേണ്ട ഒരു അവകാശം അല്ലെങ്കിൽ നീതി കൊടുക്കുന്ന രീതിയിലുള്ള റൈറ്റിംഗ്സ് ആയിരിക്കണം നമ്മൾ എഴുതേണ്ടത്. അതുപോലെ തന്നെ അവരുടെ മാനസികാവസ്ഥ കൂടുതലായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സ് നമ്മൾ എഴുതാനായിട്ട് ശ്രമിക്കണം. പിന്നെ സം സജഷൻസ് ഫോർ റൈറ്റിംഗ് അബൌട്ട് വുമൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് എന്തൊക്കെ സജഷൻസ് വുമൻസിനെ കുറിച്ച് നമ്മൾ ഫീച്ചേഴ്സ് ഒക്കെ എഴുതുമ്പോൾ എന്തൊക്കെ സജഷൻസ് നമുക്ക് കൊടുക്കാന്നുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിസർച്ച് ഇസ് ആൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദ റൈറ്റിംഗ് അബൌട്ട് വുമൻ. You must be certain for the facts and points before putting them down on paper, because once they are printed and they turned to become gospel truths. Language is especially important in future writing about women. Aside from using simple language, you should be conscious of the gender bias that is inherent in your use of language. There are examples of women being left out the media. The language frequently exclude women from even the most mandate discussion as if they do not exist at all. അപ്പോൾ ഈ ഒരു സം സജഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു വുമൻസിനെ കുറിച്ച് എഴുതുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് പെൺകുട്ടികളെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അവരുടെ ചിന്താഗതികൾ അവരുടെ മാനസികമായിട്ടുള്ള അവസ്ഥയൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഫീച്ചേഴ്സ് എഴുതുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പെൺകുട്ടികളുടെ അവസ്ഥ ഇതാണെന്ന് പുരുഷന്മാർക്ക് മനസ്സിലാക്കാനായിട്ട് ഇത് കൂടുതൽ സഹായകരമാകും. അല്ലാതെ പെൺകുട്ടികളെ കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത അവരെക്കുറിച്ച് അവരെക്കുറിച്ച് ശരിക്കും അവരുമായിട്ട് ഇടപഴകാത്ത ഒരാൾക്ക് ഒരിക്കലും നല്ല രീതിയിലുള്ള ഫീച്ചർ റൈറ്റർ ആവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ പെൺകുട്ടികളെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അവരെക്കുറിച്ച് എഴുതുക. ഇപ്പൊ നമ്മൾ ചില ആഡുകളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ, ചില പാഡുകളുടെ ഒക്കെ ആഡില് പെൺകുട്ടികൾ നല്ല ലെങ്ത് ആയിട്ടുള്ള പാഡ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ആ വേദനയുള്ള സമയത്താണെങ്കിൽ ആ പെൺകുട്ടികൾ എങ്ങനെ ഇതൊക്കെ ചെയ്യും എന്നുള്ള കാര്യം കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് ശരിക്കും അത് റിലേറ്റ് ചെയ്യാനായിട്ട് അത്ര സാധിക്കില്ല. വേദനയുള്ള സമയത്താണെങ്കിൽ ഒരിക്കലും ഇത്തരത്തിൽ ഹാപ്പി ആയിട്ട് ഈ മൂഡ് സ്വിങ്സ് ഒക്കെ നമുക്ക് ഉണ്ടാവുന്ന ഒരു സമയമാണ് പീരിയഡ്സിന്റെ സമയം. അപ്പൊ ആ ഒരു പാഡ് കൊണ്ട് ഒരിക്കലും ആ ഒരു ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ ആ ഒരു ഊർജ്ജസ്വലതയോ ഒന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ആഡുകളും അല്ലെങ്കിൽ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ കൃത്യമായിട്ട് അവരുടെ അവസ്ഥ മനസ്സിലാക്കുകയും അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കുമെന്നാണ് പറയാം. And if a newspaper advertisement a specific event, if can do two ways. It is tell you on that where there is a exhibition of paintings for by women painters. This appears to apply. The painters are men and women painters are outside. Similarly to masculine, none the pronoun man or he, and used to represent both men and women. However, as the following example shows, it can frequently lead to problems. അപ്പൊ അതുപോലെ തന്നെ ചില വാക്കുകൾക്കൊന്നും പെൺകുട്ടികളുടേതായിട്ടുള്ള വേർഡ്സ് ഇല്ല അല്ലെ. ചില കോമൺ ആയിട്ടുള്ള വേർഡുകളൊക്കെ പുരുഷന്മാരെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിനൊന്നും സ്ത്രീലിംഗങ്ങളില്ല. അപ്പൊ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളിലും സ്ത്രീകൾക്ക് കുറച്ചുകൂടെ മുൻഗണന കൊടുക്കുകയും അവർക്ക് അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. This book can be read by people who wonder about strange factors, why men speak and why animals didn't. The man feels so sad in the 20th century. If we take the passage of face value, we did conclude the man speak, but women don't because the writer doesn't mention them. The mention is all the more noticeable because just before saying this, the author referred to both man and woman as people. If would the cost him nothing to continue along with the line and write why people speak and animals don't. അപ്പോൾ ഒരു ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്. ചില ബുക്കുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും മനുഷ്യന്മാര് ഇങ്ങനെ പ്രവർത്തിക്കുന്നു. അപ്പൊ മനുഷ്യന്മാര് എന്ന് പറയുന്നതിൽ മെൻസ് എന്നൊക്കെ പറയുമ്പോൾ ആ മെൻസ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ പുരുഷന്മാരെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. പക്ഷെ ചില ഗ്രന്ഥകാരന്മാര് മെൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യരെയാണ്. സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ അവര് ഈ ഒരു മെൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ധരിക്കാറുണ്ട്. പക്ഷെ അവര് പറയുന്നത് ഈ ഒരു മെൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആ ഒരു സ്ത്രീകളെയും പുരുഷന്മാരെയും മെൻസ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കാതെ ഹ്യൂമൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. കാരണം ഫീച്ചേഴ്സ് ഒക്കെ എഴുതുമ്പോൾ മെൻസ് ആർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെയധികം ഗിൽറ്റി ഫീൽ ചെയ്യും അല്ലെ. നമ്മളെ നോക്കുന്നില്ല, നമ്മളെ പരാമർശിക്കുന്നില്ല, സ്ത്രീകളെ പരാമർശിക്കുന്നില്ല എന്നൊരു തോന്നൽ സ്ത്രീ വായനക്കാർക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഹ്യൂമൻസ് എന്ന് പറഞ്ഞ് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള റൈറ്റേഴ്സ് ആവാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്.
പിന്നെ അടുത്ത വേറൊരു കാര്യം എന്ന് പറയുന്നത് ട്രാവൽ റൈറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ സ്ത്രീകളെ കുറിച്ച് എങ്ങനെ എഴുതണം, സ്ത്രീകളുടെ ചിന്താഗതികൾ ഫീച്ചർ റൈറ്റ് ചെയ്യുന്ന ആളുകൾ നല്ല രീതിയിൽ പരാമർശിച്ചിട്ടുണ്ടോ, അവരത് പ്രതിഫലിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. നല്ല രീതിയിൽ സ്ത്രീകളുടെ അവസ്ഥകൾ പരാമർശിച്ചിട്ടില്ല. കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ്സ് അതിൽ വരുത്താനുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ട്രാവൽ റൈറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാം. ഈ ട്രാവൽ ഫീച്ചേഴ്സ് നമ്മൾ എഴുതുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലെ. ഓരോരോ സ്ഥലങ്ങളിൽ പോയിട്ട് അവിടുത്തെ പ്രത്യേകതകളെ കുറിച്ചും അവിടുത്തെ ആചാര രീതികളെ കുറിച്ചും അവിടുത്തെ വാസസ്ഥലങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ എഴുതുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ട്രാവൽ റൈറ്റിംഗ് എന്ന് പറയുന്നതും ഒരു പ്രധാനപ്പെട്ട ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ് തന്നെയാണ്. അതിൻ്റെ അകത്തും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഈ ട്രാവൽ വ്ളോഗുകൾ അല്ലെങ്കിൽ ട്രാവൽ ചാനൽസ് ഒക്കെ കണ്ടിട്ടുള്ള ആളുകളായിരിക്കും അല്ലെ. സഫാരിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. അപ്പൊ സഫാരിയിലൊക്കെ ആ മനുഷ്യന് പറയുന്ന വേർഡ്സ്, ആ ഒരു സ്ഥലങ്ങളൊക്കെ കണ്ട് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നതൊക്കെ നമ്മൾ വളരെ ആശ്ചര്യത്തോടെ വളരെ ആഹ്ലാദത്തോടെ കാണാറുണ്ട്. അത് ഓരോ സ്ഥലം കാണുമ്പോഴും അവിടുത്തെ ആളുകൾ അതിന്റെ ചരിത്രവും കൂടെ അവർ പറയാനായിട്ട് അതിൽ ഉൾപ്പെടുത്താനായിട്ട് അവർ ശ്രമിക്കാറുണ്ട്. അപ്പൊ അതെല്ലാം കൂടുതൽ ആളുകളെ ഒന്ന് ഉത്തേജിപ്പിക്കുകയും അത് ഇരുത്തി ഒന്ന് കാണുന്നതിന് അവരെ സഹായകരമാക്കുകയും കൂടെ ചെയ്യാറുണ്ട്. അപ്പൊ ഈ ട്രാവൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് ആണ്, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള റൈറ്റിംഗ് ആണെന്നുള്ള കാര്യം ഓർക്കുക. വി ട്രാവൽ ഫോർ എ വെറൈറ്റി ഓഫ് റീസൺസ്. ഇറ്റ് കുഡ് ബി ഫോർ അഡ്വഞ്ചർ, പൊളിറ്റിക്കൽ ഓർ പേഴ്സണൽ റീസൺസ്, ഡിപ്ലോമാറ്റിക് മിഷൻസ്, pilgrims, trade and business, or it in search of food and employment. We have ancient and medieval travel books by Chinese pilgrim such as Fa Hin and Huinsang. For example, there are also Wak and Tavernier and Bernier, two medieval French travelers. These books are significant historical documents in our religious, political, social and cultural histories. അപ്പോൾ ട്രാവൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി തീർന്നത് നമ്മുടെ ഇന്ത്യയിൽ ഈ വിദേശ സഞ്ചാരികൾ വന്നിട്ടുള്ള ട്രാവൽ റൈറ്റേഴ്സിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. നമ്മുടെ പണ്ടത്തെ ചരിത്രത്തെക്കുറിച്ചും അല്ലെങ്കിൽ പണ്ടത്തെ രാജാക്കന്മാരുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു, അവരുടെ പ്രധാനപ്പെട്ട ചില ഭരണ പരിഷ്കാരങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിവ് തന്നത് ഈ വിദേശ സഞ്ചാരികൾ എഴുതിയിട്ടുള്ള അവരുടെ ട്രാവൽ റൈറ്റിംഗ്സിൽ നിന്നാണ്. ഹയാങ്ഹോ അതുപോലെ തന്നെ പല രീതിയിലുള്ള ഫാഹിയാന് അതുപോലെ തന്നെ പല രീതിയിലുള്ള ഈ ചരിത്രകാരന്മാര്, ഈ ട്രാവലേഴ്സ് അവരുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ അവരുടെ ട്രാവൽ റൈറ്റിംഗ്സിൽ നമ്മുടെ ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയിലെ ഭരണാധികാരികളെ കുറിച്ചും അവരുടെ പ്രധാന ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയുടെ ചരിത്രം എടുത്തപ്പോൾ ഇന്ത്യയുടെ ചരിത്രം തയ്യാറാക്കാനായിട്ട് ഇത്തരത്തിലുള്ള ട്രാവൽ റൈറ്റിംഗ്സ് നമുക്ക് ആവശ്യമായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാവൽ റൈറ്റിംഗ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രം മനസ്സിലാക്കാനും നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഏതൊക്കെ വിദേശ സഞ്ചാരികളാണ് ഇവിടെ വന്നത്, അവരുടെ ആചാരങ്ങൾ നമ്മുടെ ആചാരങ്ങളുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ട്രാവൽ റൈറ്റിംഗ്സിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മാർക്കോ പോളോ, അതുപോലെ ഇബാൻ ബുത്തോ, അതുപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ ഷാജഹാന്റെ കാലഘട്ടത്തിലും അതുപോലെ തന്നെ പല മുഗൾ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലൊക്കെ ഇവർ വന്നതായിട്ടും ഇവർ നമ്മുടെ സഭകളിൽ നിന്ന് താമസിച്ച് അവിടുത്തെ ഒരു അംഗമായിട്ട് തീർന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചതായിട്ടൊക്കെ നമ്മൾ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ട്രാവൽ റൈറ്റിംഗ് നമ്മുടെ ചരിത്രത്തിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. The early travel books contain detailed description of the specific peoples, places, customs, and ceremonies. The books are the only records we have to ordinary peoples live in the various points in the history. They provided us with insights into various cultures. They determined how the same thing can be prescribed differently by different people. They also demonstrated how traveling and this scholarly travel writing and the complex exchange between the traveler, the place and its people, prescriptions varied accordingly to weather and travel writers to keep open mind or what was influenced by preconceived nations and ideas. The tradition of travel writings continue to this day. It is, however, a little different in character as the modes of travel and motivations have changed significantly. For one thing, travel books are no longer and only way to learn about a location. Another,
factor, this is travel and become so inextricably linked with the tourism, and that nature of the travel writing has shifted dramatically. അപ്പോൾ ട്രാവൽ റൈറ്റിംഗ്സ് എപ്പോഴും വളരെ ഹിസ്റ്റോറിക്കൽ ആയിരിക്കും. അവർ എഴുതുന്ന കാര്യങ്ങളൊക്കെ വളരെ യാഥാർത്ഥ്യമായിരിക്കും, ആധികാരികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ എഴുതുക. ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ ഭാവനയിൽ കണ്ട കാര്യങ്ങളൊന്നും ട്രാവൽ റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഫീച്ചർ റൈറ്റേഴ്സ് എഴുതാറില്ല. പക്ഷെ എഴുതുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടെ ആകസ്മികത അല്ലെങ്കിൽ വളരെ ഭാവനാപരമായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതി എഴുതാനായിട്ട് അവർ ശ്രമിക്കും. അപ്പൊ അതാണ് ഈ ഒരു ട്രാവൽ റൈറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു സവിശേഷത. ഇനി പ്രീ റിക്വസ്റ്റ് ഫോർ എ ട്രാവൽ റൈറ്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എ ഗുഡ് ട്രാവൽ ആർട്ടിക്കിൾ ഷുഡ് ബി റീഡബിൾ ആൻഡ് lively ഫസ്റ്റ് ആൻഡ് foremost. It should pack and reader interest and pique and their curiosity. Nobody wants to read a dry list of facts. As a result, the writer should select a style that piques and maintains and the reader's interest. It is obvious that it cannot be done without incorporation and personal experiences, which is only thing that can make any writing authentic and credible. ഈ ഒരു ട്രാവൽ റൈറ്റിംഗ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നല്ലാതെ ഒരു റൈറ്റിംഗ്സ് ഒരിക്കലും എഴുതാറില്ല, അല്ലെ? നമ്മൾ ട്രാവൽ റൈറ്റിംഗ്സ് എഴുതുമ്പോൾ നമ്മളവിടെ പോയി അവിടെ കണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എഴുതാറ്. അതുപോലെ തന്നെ ആളുകൾ എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള ഒരു എഴുത്തൊന്നും കാണാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മളവിടെ പോയി നമ്മൾ ഇതൊക്കെ കണ്ടു എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെ പറയാതെ ആ ഒരു പ്രകൃതിയെ വർണ്ണിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളൊക്കെ കുറച്ചുകൂടെ വിശദമായിട്ട് ഭാവനാപരമായിട്ട് എഴുതുകയാണെങ്കിൽ വായനക്കാരെ അത് കൂടുതൽ പിടിച്ചിരുത്തുകയും ആ സ്ഥലങ്ങളിൽ പോയതുപോലുള്ള അനുഭവം അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ ഈ ട്രാവൽ റൈറ്റിംഗ്സിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ആ കണ്ട കാഴ്ചകളുടെ പ്രകൃതിപരമായ മനോഹാരിത കുറച്ചുകൂടെ വർണ്ണിച്ചെഴുതാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. അതുകൂടാതെ ആളുകൾക്ക് വളരെ ഡ്രൈ ആയിട്ടുള്ള അതിന്റെ ചില ചരിത്രം മാത്രം എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് അത് ആസ്വാദികരമായിട്ട് വായിക്കാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ ആളുകൾക്ക് ഹിസ്റ്ററി ഒന്നും വായിക്കുന്നത് തീരെ ഇഷ്ടമല്ല, അല്ലെ? കാരണം എന്താണ്, ഹിസ്റ്ററിയിൽ ആ ചരിത്രത്തിന്റെ ആ ഒരു ഡ്രൈനെസ് ഉണ്ടാവും. അപ്പൊ ആ ചരിത്രം മാത്രം പറയാതെ കുറച്ചുകൂടെ കാര്യങ്ങൾ നല്ല വിശാലമായിട്ടുള്ള സംഭവിച്ച കാര്യങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എങ്ങനെയാണ് പെരുമാറിയിരുന്നത്, ഇതൊക്കെ നമ്മൾ റൈറ്റിംഗ്സിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആയിട്ട് ആളുകൾക്ക് വായിക്കാൻ തുടങ്ങും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ താജ്മഹൽ ഇന്ന കാലഘട്ടത്തിൽ ഷാജഹാൻ നിർമ്മിച്ചതാണ്, ഇതിന് ഇന്ന പടികളുണ്ട്, ഇത്ര നിലകളുണ്ട് എന്നൊന്നും പറയാതെ താജ്മഹലിലേക്ക് കിടന്നപ്പോൾ ആ ചിത്രക്കൂടിൽ നമ്മൾ കണ്ട ആ മനോഹരമായ കാഴ്ച ഏതൊരു ഇന്ത്യക്കാരനെയും ത്രസിപ്പിക്കുന്നതായിരുന്നു. ആ രീതിയിലുള്ള നമ്മൾ വായിക്കുകയാണെങ്കിൽ, ആ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ വായനക്കാർക്ക് കൂടുതൽ ഒരു ആകർഷണം തോന്നും. നമ്മളത് ആ ആകർഷണതയിൽ അവരത് മുഴുവൻ ആ ഒരു ട്രാവൽ റൈറ്റിംഗ് കൂടുതൽ വായിച്ചു തീർക്കും. അല്ലാതെ വെറുതെ ഷാജഹാൻ ഇന്ന വർഷം പണിതാണ്, ഇത്ര ആളുകളാണ് ഇത് പണിതത്, ഈ രീതിയിലാണ് ഇത് അവസാനിച്ചത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ട്രാവൽ റൈറ്റിംഗ് എഴുതി കഴിഞ്ഞാൽ ഭയങ്കര ബോറായിട്ട് അവർക്ക് ഫീൽ ചെയ്യും, അല്ലെ? അപ്പൊ ആ രീതിയിൽ ഒന്ന് ഓർത്തിരുന്നാൽ മതി. എപ്പോഴും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരിക്കണം ട്രാവൽ റൈറ്റിംഗ്സ് എഴുതാനായിട്ട്. അത് വളരെ ഒതന്റിക് ആയിരിക്കണം. അത് നമ്മുടെ യഥാർത്ഥ അനുഭവത്തിൽ നിന്ന് എഴുതുന്നതായിരിക്കണം. ഇനി കൈൻഡ്സ് ഓഫ് ട്രാവൽ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഏതൊക്കെ തരത്തിലാണ് ട്രാവൽ റൈറ്റിംഗ്സ് നിലനിൽക്കുന്നത്? നമ്മൾ പറഞ്ഞ എല്ലാത്തിനും ഓരോരോ ടൈപ്പുകൾ ഉണ്ട്, അല്ലെ? നമുക്ക് നമ്മുടെ വുമൻസ് റൈറ്റിംഗ് ആണെങ്കിലും ഫീച്ചേഴ്സ് ആണെങ്കിലും പല രീതിയിൽ നമുക്ക് എഴുതാം. അതുപോലെ തന്നെയാണ് ട്രാവൽ റൈറ്റിംഗും. പല രീതിയിൽ നമുക്ക് ട്രാവൽ റൈറ്റിംഗ് നടത്താം. ഇപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊമോഷണൽ ലിറ്ററേച്ചർ ആണ്. പ്രൊമോഷണൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ദിസ് ഇൻക്ലൂഡ്സ് ബ്രോഷേഴ്സ്, ബുക്ക്ലെറ്റ്സ് and other materials distributed by the select and national tourism promotion organizations for the entice people to visit the specific area. അപ്പോൾ പ്രൊമോഷണൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ചില മാഗസീൻസിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ചില ഹോം സ്റ്റേസ്, അതുപോലെ തന്നെ ചില പ്രദേശങ്ങൾ, ചില ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ സ്പെസിഫൈ ചെയ്ത്, ചില റിസോർട്ടുകളൊക്കെ സ്പെസിഫൈ ചെയ്ത് എഴുതുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ റിസോർട്ടുകളുടെ അല്ലെങ്കിൽ ആ ഹോം സ്റ്റേസിന്റെ ഒക്കെ മനോഹാരിതയൊക്കെ മനസ്സിലാക്കി തരുന്ന വിധത്തിൽ അവർ എഴുതുമ്പോൾ അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ അവിടെ പോകണം, അതിന്റെ ആകർഷണീയതയിൽ ഉൾപ്പെട്ടുകൊണ്ട് നമ്മൾ അവിടെ പോയി താമസിച്ച് അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ ഒന്ന് ആസ്വദിക്കാനായിട്ടാണ്, നമ്മളെ പ്രചോദിപ്പിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പ്രൊമോഷണൽ ലിറ്ററേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രൊമോഷണൽ ലിറ്ററേച്ചറിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ ബ്രൗഷറുകളായിട്ടൊക്കെ ഈ ഒരു പ്രൊമോഷണൽ ലിറ്ററേച്ചർ വരാറുണ്ട്. ചില ഹോം സ്റ്റേസ് അതുപോലെ തന്നെ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ബ്രൗഷറായിട്ട് അവർ കൊണ്ടുതരാറുണ്ട്. അല്ലാത്ത രീതിയിൽ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കാണാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ താല്പര്യമുള്ള സ്ഥലങ്ങളെയൊക്കെ നമ്മളെ ആകർഷിച്ചു കൊണ്ടുപോകുന്നതിനാണ് ഈ ഒരു പ്രൊമോഷണൽ ലിറ്ററേച്ചർ സഹായിക്കുന്നത്. ചില ആടുകളൊക്കെ കാണാറുണ്ട്, അല്ലെ? ചില ഹോം സ്റ്റേസിന്റെയും ഒക്കെ ആടുകളൊക്കെ നമ്മൾ നമ്മുടെ TV യിലൊക്കെ കാണാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു പ്രൊമോഷൻ ആണ്.
ആ സ്ഥലത്തേക്ക് നമ്മൾ ആകർഷിക്കുന്നതിനാണ്. അപ്പൊ ഇതൊക്കെ ഈ പ്രൊമോഷൻ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്ക് ആകർഷിക്കാനായിട്ട്, ചിലപ്പോൾ റിസോർട്ടുകളിലേക്ക് ആകർഷിക്കാനായിട്ട് എഴുതുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സ് ആണെന്ന് ഓർക്കുക. പിന്നെ ഇൻഫോർമേറ്റീവ് ആർട്ടിക്കിൾസ് ഫോർ ദ ടൂറിസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതൊരു കൈൻഡ് ഓഫ് ട്രാവൽ റൈറ്റിംഗ് ആണ്. നമ്മുടെ പ്രൊമോഷൻ അല്ലാതെ ടൂറിസ്റ്റുകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള, ടൂറിസ്റ്റുകൾക്ക് വളരെ ഒതന്റിക് ആയിട്ടുള്ള ടൂറിസ്റ്റുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി താമസിച്ച് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനെയാണ് ഈ ഒരു ഇൻഫോർമേറ്റീവ് ആർട്ടിക്കിൾ ഫോർ ദ ടൂറിസ്റ്റ് എന്ന് പറയുന്ന കൈൻഡ് ഓഫ് ട്രാവൽ റൈറ്റിംഗിൽ ഉൾപ്പെടുന്നത്. These are the articles include the publication and its general travel magazine, a Sunday newspaper supplement, or the travel section of any magazine, and the inform would be travelers about interesting places. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു ഇൻഫോർമേറ്റീവ് ആർട്ടിക്കിൾസ് ഫോർ ദ ടൂറിസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ചിലപ്പോൾ പത്രങ്ങളിലൊക്കെ ചില വാർത്തകൾ വരാറുണ്ട്. ടൂറിസം പ്ലേസസിനെ കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പത്രങ്ങളിൽ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കവര് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ട് അല്ലെ. അപ്പം കവരെന്ന് പറയുന്ന പ്രതിഭാസം കുമ്പളങ്ങി സൈഡിലുള്ളതാണ്. അപ്പൊ ആ കവര് തുടങ്ങുമ്പോഴൊക്കെ പത്രങ്ങളിൽ വാർത്ത വരാറുണ്ട്. കവരിന്റെ ഒരു പിക്ചർ ഒക്കെ ആയിട്ട് പത്രങ്ങളിൽ വാർത്ത വരാറുണ്ട്. അപ്പൊ അത് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് പത്രത്തിൽ കണ്ട് ആളുകൾ ഒരുപാട് കവര് കാണാനായിട്ട് പോവാറുണ്ട്. അതുകൂടാതെ മറ്റൊരു ഇതാണ് ഒരു ആമ്പലുകൾ, ഒരു ഏക്കർ കണക്കിന് ഒരു പുഴയുടെ സൈഡിൽ ആമ്പലുകൾ വിരിയുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പേപ്പറുകൾ വഴി അല്ലെങ്കിൽ സൺഡേ സപ്ലിമെന്റുകളും ഒക്കെ വഴി നമുക്ക് ആ ഒരു പ്രത്യേക പ്രദേശങ്ങളെ കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളെ യഥാർത്ഥ വിനോദ സഞ്ചാരികളെയൊക്കെ ആകർഷിക്കാറുണ്ട്. അപ്പൊ അതൊരു കൈൻഡ് ഓഫ് ഒരു ട്രാവൽ റൈറ്റിംഗ് ആണ്. പിന്നെ ആർട്ടിക്കിൾസ് എയിംഡ് അറ്റ് ദ ബിസിനസ് ട്രാവലേഴ്സ്. അപ്പൊ ബിസിനസ്സിനെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള ട്രാവലിംഗ് ആർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതും ഒരു കൈൻഡ് ഓഫ് ട്രാവൽ റൈറ്റിംഗ് ആണ്. ദീസ് ആർ ഫാക്ച്വൽ ആർട്ടിക്കിൾസ് ഇന്റൻഡഡ് ടു ഇൻഫോം ദിസ് ഇമ്പോർട്ടന്റ് ആൻഡ് ഗ്രോയിങ് സെഗ്മെന്റ് ഓഫ് ദ ട്രാവലിംഗ് പബ്ലിക്. ഇനി ട്രാവൽ ട്രേഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്, this type of writing is intended to provide information to members of the travel trade, which includes travel agents, tour operators, representatives from government tourist offices, airlines and hotels, among others. അപ്പോൾ ട്രാവൽ ട്രേഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ഈ ഒരു ട്രാവൽ റൈറ്റിംഗ് ആണ്. ഇതും ഒരു ട്രേഡിന്റെ ഭാഗമായിട്ട്, ട്രാവൽ ട്രേഡിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്ന ചില മാർഗനിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുക. അതുപോലെ തന്നെ പ്രൊമോഷണൽ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം ആൻഡ് ദ സ്റ്റേറ്റ് ടൂറിസം ഡെവലപ്ഡ് കോർപ്പറേഷൻസ് പ്രൊഡ്യൂസ് എ വെറൈറ്റി ഓഫ് brochures and booklets to promote domestic travel. These publications are clearly intended to be forms. These publications are clearly intended to be forms of advertising of sale aids. In case the reader is the potential tourist, the goal here in the pursuit the reader to visit a specific location by exploiting its points of interest in enjoyable activities is promises and the shopping and recreation opportunities available. അപ്പൊ പ്രൊമോഷണൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നതും നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ടൂറിസം ഉണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവരുടെ കോൺസെപ്റ്റിന്റെ ഭാഗമായിട്ട് ഇല്ലെങ്കിൽ ഇവരുടെ അണ്ടറിൽ ടൂറിസം മേഖലകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അതൊരു ബ്രൗഷർ ആയിട്ടൊക്കെ ഇറക്കാറുണ്ട്. അപ്പം ഈ ഒരു നമ്മുടെ ഗവൺമെന്റിന്റെ തന്നെ ടൂറിസം പ്ലേസസിനെ കുറിച്ചുള്ള ഒരു ബ്രൗഷർ ഒക്കെ ഇറക്കുമ്പോൾ അതിന് കൂടുതൽ ആളുകൾ അത് വായിക്കാനും, ഇപ്പം വിദേശ സഞ്ചാരികളൊക്കെ ഇന്ത്യയിൽ വരുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ സ്ഥലങ്ങൾ അവർക്ക് കാണാനായിട്ടൊക്കെ ഒരു ഹെൽപ്പായിട്ട് തീരും. അപ്പൊ അത്തരത്തിലുള്ള ഒരു കൈൻഡ് ഓഫ് ട്രാവൽ റൈറ്റിംഗും ഉണ്ട്. പിന്നെ ഇൻഫോർമേറ്റീവ് ആർട്ടിക്കിൾസ് ഫോർ ദ ടൂറിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നൽകാനായിട്ട് ഓരോ ആളുകൾ ഒരു ട്രാവൽ റൈറ്റിംഗ്സ് നടത്താറുണ്ട്. ടൂറിസം പ്ലേസസ് ഏതൊക്കെയാണ്, ആളുകൾക്ക് എത്രത്തോളം അവിടെ സുരക്ഷിതമായിട്ട് താമസിക്കാൻ സാധിക്കും, സുരക്ഷിതമായിട്ടുള്ള ടൂറിസം പ്ലേസസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവിടെ കാണാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം ഈ ഒരു സ്പെസിഫിക് ആയിട്ട് ഇൻഫോർമേറ്റീവ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നതിൽ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫോർമേറ്റീവ് ആർട്ടിക്കിൾസിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഇതും ഒരു കൈൻഡ് ഓഫ് ട്രാവൽ റൈറ്റിംഗ് ആണ്. പിന്നെ ആർട്ടിക്കിൾ എയിംഡ് ദ ബിസിനസ് ട്രാവലേഴ്സ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ട്രാവലേഴ്സിനെ നമ്മൾ ആർട്ടിക്കിൾസ് എയിം ചെയ്യാറുണ്ട്. കാരണം ബിസിനസ് ട്രാവലേഴ്സ് എന്ന് പറയുന്നത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന യാത്രകളൊക്കെ ഒരുപാട് ആളുകൾ നടത്താറുണ്ട്. അപ്പൊ അത്തരത്തിൽ ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള യാത്രകളെ പ്രോത്സാഹിപ്പിക്കുന്ന ചില ആർട്ടിക്കിൾസ് നടത്താറുണ്ട്. ഇപ്പം പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ചില വസ്ത്ര വ്യാപാരികളൊക്കെ രാജസ്ഥാനിലും ഒക്കെ പോയിട്ട് വസ്ത്രങ്ങൾ മേടിക്കാറുണ്ട്. അപ്പൊ ആ രാജസ്ഥാനിലൊക്കെയുള്ള മികച്ച വസ്ത്രശാലകൾ അല്ലെങ്കിൽ തുണിത്തരങ്ങൾ ലഭിക്കുന്ന
സ്ഥലങ്ങളെ കുറിച്ചൊക്കെയുള്ള അറിവ് ഇത്തരത്തിലുള്ള ബിസിനസ് ട്രാവലേഴ്സിന്റെ അല്ലെങ്കിൽ ബിസിനസ് ട്രാവൽ റൈറ്റിംഗ്സിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ആർട്ടിക്കിൾസ് ഫോർ ദ ആംചെയർ ട്രാവലർ. അതായത് നമ്മൾ ചില ആളുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും വായന, അതായത് ഈ ഓരോ സ്ഥലങ്ങളെ കുറിച്ചും വായിക്കാൻ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പൊ അവരെയാണ് കേട്ടോ ആംചെയർ ട്രാവലർ എന്ന് പറയാം. അവരുടെ ചെയറിൽ ഇരുന്നു കൊണ്ട് വായനയിലൂടെ അവര് വളരെ നല്ല രീതിയിൽ സ്ഥലങ്ങൾ അവരുടെ ഭാവനയിൽ കണ്ട് ആസ്വദിക്കുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ എയിം ചെയ്തുകൊണ്ടുള്ള ട്രാവൽ റൈറ്റിംഗ്സ് ഉണ്ട്. അത് പ്രധാനമായിട്ടും അവിടുത്തെ ഭംഗിയെ കൂടുതൽ വിവരിക്കുന്ന രീതിയിലായിരിക്കും അവിടുത്തെ റൈറ്റിംഗിന്റെ രീതി വരിക. അപ്പൊ അതും പ്രധാനമാണ്. എ സെഗ്മെന്റ് ഓഫ് ദ റീഡിംഗ് പബ്ലിക് ഇൻ ദ ഫാഷനേറ്റഡ് ബൈ ദ എക്സോസ്റ്റിക് ഫോർ ദ യൂഷ്വൽ പ്ലേസസ് but prefers to avoid the distribution of the discomforts, and such traveler frequently entitles, this is the audience in the of whom you should write first person anecdotal accounts of specific journeys. ഇത്തരത്തില് ആളുകൾ വായിച്ച് ഈ ഒരു സ്ഥലങ്ങളെ കുറിച്ച് വായിച്ച് ആസ്വദിക്കുന്ന ആളുകൾ ഉണ്ടാവും. ചിലപ്പോൾ അവർക്ക് പോകാനായിട്ടുള്ള സാഹചര്യമില്ലാത്ത ആളുകളൊക്കെ ഇത്തരത്തിൽ വായനയിലൂടെ ആ സ്ഥലങ്ങളെ കുറിച്ച് ഭാവനയിൽ കണ്ട് ആസ്വദിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് ആ ഒരു സ്ഥലത്തെക്കുറിച്ചും ആ സ്ഥലത്തിന്റെ മനോഹാരിതയെക്കുറിച്ചും ഒക്കെ നമുക്ക് എഴുത്തിലൂടെ വിവരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കണം. അപ്പം നമ്മൾ ചില കഥകൾ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന അവിടുത്തെ പ്രകൃതി വർണ്ണനകളായിരിക്കും. അപ്പൊ ആ പ്രകൃതി വർണ്ണനകളാണ് ഈ ആംചെയർ ട്രാവലറിന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് നിലനിൽക്കേണ്ടത്. ഇനി ടെക്നിക്സ് ഓഫ് ട്രാവൽ റൈറ്റിംഗ് ആണ്. ഏതൊക്കെ ടെക്നിക്സ് നമുക്ക് ട്രാവൽ റൈറ്റിംഗിൽ യൂസ് ചെയ്യാന്നുള്ളത്. വൺസ് യു ആർ ഡിസൈഡ് ദാറ്റ് കൈൻഡ് ഓഫ് ട്രാവൽ സ്റ്റോറി യു ആർ ഗോയിങ് ടു റൈറ്റ്, ദ ഹൂ ആൻഡ് റീഡേഴ്സ് ആർ ലൈക്ലി ടു ബി, യു വിൽ നീഡ് ടു ഗെറ്റ് വർക്ക്, ഗ്യാദർ ഇൻഫർമേഷൻ വിസിറ്റിംഗ് ദ ലൊക്കേഷൻ യു ആർ ചൂസൺ, and sitting down to write. Some writers start with the map because of it can often serve as a stimulus for speculation and can lead to the type of information and should be gathered. നമ്മളൊരു ട്രാവൽ റൈറ്റർ ആകുമ്പോൾ നമ്മൾ എന്തൊക്കെ ടെക്നിക്സ് സാങ്കേതികത യൂസ് ചെയ്യണം എന്നാണ് പറയാം. നമ്മൾ ആദ്യം നമ്മൾ വായിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം വിസിറ്റ് ചെയ്യണം. അവിടുത്തെ ആളുകളെ കുറിച്ച് ആളുകളെ അടുത്ത് ഇടപഴകുകയും അവിടുത്തെ ആളുകളുടെ ജീവിത രീതികളൊക്കെ മനസ്സിലാക്കുകയും അവരുടെ ആ സ്ഥലത്തിന്റെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കുകയും ചരിത്രം മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ട്രാവൽ റൈറ്റിംഗ്സ് കൂടുതൽ മികച്ചതാക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജേർണിയിൽ നമ്മൾ ആ ഒരു ജേർണിയിൽ അറിവുള്ള ഒരാളെയും കൂടെ കൂട്ടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മികച്ച രീതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. സഫാരി ചാനലിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി അതിനെക്കുറിച്ചൊക്കെ ഒരു അറിവുള്ള ഒരാളെ ആ ഒരു സന്തോഷ് ജോർജ് കൂടെ കൂട്ടുന്നത് കാണാം അല്ലെ. അപ്പൊ ആ ഒരു രാജ്യത്തെക്കുറിച്ചും അവിടുത്തെ ആളുകളെ കുറിച്ചും അവിടുത്തെ രീതികളെ കുറിച്ചൊക്കെ നല്ല അറിവുള്ള ഒരു വ്യക്തി നമ്മുടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്ഥലത്തെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ടും നല്ല രീതിയിൽ റൈറ്റിംഗ്സ് എഴുതാനായിട്ടും സാധിക്കും. യു മേ സെറ്റ് ഔട്ട് യുവർ ജേർണി വിത്ത് someone knowledge and some anticipated of what you will encounter. However, one of the delights of traveling in India in the thing rarely go as planned. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, once you arrive in your destination, you will need to rely with your powers of observation and sensitivity to the place and its people to gather all of the first-hand details and make the article come alive. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് എത്തിയിട്ട് നമ്മൾ വെറുതെ അത് നോക്കിക്കാതെ നമ്മൾ നല്ല സൂക്ഷ്മ നിരീക്ഷണം നടത്തേണ്ടതും നമ്മളൊരു ട്രാവൽ റൈറ്റർ ആവേണ്ട പ്രധാനപ്പെട്ട ഗുണമാണ്. ഒരു ട്രാവൽ റൈറ്റർ ആകണമെങ്കിൽ നമുക്ക് ആ ഒരു ഗുണം തീർച്ചയായിട്ടും ഉണ്ടാവണം. നല്ല സസൂക്ഷ്മം നമ്മൾ എല്ലാവരെയും വീക്ഷിക്കണം. ആ ഒരു ചിത്രപ്പണികൾ, ഒരു ഗോപുരമാണെങ്കിൽ ആ ഗോപുരത്തിന്റെ ചിത്രപ്പണികൾ അത് എന്നാണ് ഉണ്ടാക്കിയത്, അതുമായിട്ട് ചുറ്റുമായിട്ട് നിലനിൽക്കുന്ന ആളുകൾ, ആ ചുറ്റുവട്ടത്ത് അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മനസ്ഥിതികൾ, അവരുടെ ആംഗ്യങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ട്രാവൽ റൈറ്റിംഗ് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ചില റൈറ്റിംഗ്സ് ഒക്കെ നടത്തുമ്പോൾ നമ്മൾ അത് വായിച്ചിട്ടുണ്ടാവാം. ഒരു മനോഹരമായ ഗോപുരം, അതിൽ ഒരുപാട് കുതിരകളുടെയും പക്ഷികളുടെയും ഒക്കെ ചിത്രപ്പണികളുണ്ട്. എന്റെ ചുറ്റുമുള്ള ആളുകളെല്ലാം വളരെ മനോഹരമായിട്ടാണ്, വളരെ ആശ്ചര്യത്തോടെയാണ് ആ ഗോപുരത്തെ നോക്കി കാണുന്നത്. എല്ലാവരും അതിനു ചുറ്റും ഫോട്ടോ എടുക്കുകയും അതിന്റെ മുന്നിൽ അതിനെ ഒന്ന് തൊട്ടു ആ ഗോപുരത്തിന്റെ ഇടനാഴികളിലൂടെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഗോപുരത്തെക്കുറിച്ചും ആ ഒരു സ്ഥലത്ത് നിന്ന ഒരു അനുഭൂതി നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ റൈറ്റിംഗ്സ് എഴുതാൻ എന്നാണ് പറയാ. സസൂക്ഷ്മം എല്ലാത്തിനെയും നിരീക്ഷിക്കാനുള്ള ഒരു കഴിവും കൂടെ നമുക്കുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള റൈറ്റിംഗ്സ് നമുക്ക് എഴുതി പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരം ടെക്നിക്സ് ഒക്കെ നമ്മൾ ട്രാവൽ റൈറ്റേഴ്സ് ആകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്താൽ നല്ല രീതിയിലുള്ള ഒരു ഔട്ട്കം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അപ്പം റൈറ്റ് എങ്ങനെയാണ് ട്രാവൽ ബുക്ക്, ട്രാവൽ റൈറ്റിംഗ്സ് എങ്ങനെയാണ്, വാട്ട് കൈൻഡ് ഓഫ് ട്രാവൽ റൈറ്റിംഗ്സ്, ഏതൊക്കെ കൈൻഡ് ഓഫ് ട്രാവൽ റൈറ്റിംഗ്സ് നമുക്ക് എഴുതാം. ഇതൊക്കെ എപ്പോഴും എക്സാംസിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ വുമൻസിനെ കുറിച്ച് നമ്മൾ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വുമൻസ് എന്ന് പറയുന്ന അവരുടെ ഫീച്ചർ റൈറ്റിംഗ്സിൽ വുമൻസിന്റെ നില താഴോട്ടാണോ പോയിരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ടൊന്ന് ജസ്റ്റ് നോക്കി വെക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ എന്നുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചാപ്റ്റർ 6 നമുക്ക് നോക്കാം കേട്ടോ. ഷോർട്ട് സ്റ്റോറി റൈറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പം താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു മിസ്. ഓക്കെ ദീപ. ഓക്കെ ഓക്കെ, ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു.